ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ രവി പാലക്കാട്. എ സി, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജിൻ്റെ ഒക്കെ PCB റിപ്പയർ ചെയ്യുന്നയാൾ. ഇന്ന് നമുക്ക് സാംസങ് ഡൊൽ ഇൻവെർട്ടർ എ സിയുടെ ഇൻഡോർ യൂണിറ്റ് PCB കിട്ടിയിരിക്കുന്നത്. അത് ഡെഡായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്താണ് കംപ്ലൈൻറ്റ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സാധാരണ എ സി ബോർഡിന് വ്യത്യാസമായിട്ട് ഇതിൽ സാംസങ്കാർ ഒരു SMBS സെപ്പറേറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. സപ്പോസ് എന്തെങ്കിലും ഇത് കിട്ടാതാവോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഈ ബോർഡിൻ്റെ സ്ഥാനത്ത് സുഖമായിട്ട് നമുക്ക് ഒരു 12 വോൾട്ടും 5 വോൾട്ടും വരുന്ന ഒരു SMBS നമുക്ക് സെപ്പറേറ്റ് വയ്ക്കാൻ പറ്റും. ഒരു 12 വോൾട്ടിൻ്റെ കോമൺ പവർ സപ്ലൈ വാങ്ങിയിട്ട് ആ പവർ സപ്ലൈ നമുക്കൊരു 7805 റെഗുലേറ്റർ IC ഇട്ട് റെഗുലേറ്റ് ചെയ്ത് 5 വോൾട്ടും പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് സുഖമായിട്ട് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു സൗകര്യം ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് എല്ലാ എ സിയിലും കൊടുക്കണ പോലെ തന്നെ നമുക്കറിയാം, ലൈൻ, ന്യൂട്രൽ ഇത് രണ്ടും ഇതിൻ്റെ ഔട്ട്പുട്ടാണ്. കമ്മ്യൂണിക്കേഷൻ്റെ വയർ നമ്മൾ ഔട്ട്ഡോറിലേക്ക് കൊടുക്കുന്ന വയറാണ്. അപ്പോൾ ഈ 230 നമ്മളിവിടെ വർക്കിംഗ് വോൾട്ട് കൊടുക്കുന്നത് നേരെ ഈ ബോർഡിൻ്റെ ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് എല്ലാ ബോർഡിലും വരുന്ന കൂട്ടിൽ തന്നെ കുറച്ച് പ്രൊട്ടക്ഷൻ സർക്യൂട്ട് ഉണ്ട്. ഡിസ്ക് കപ്പാസിറ്റർ, ലൈൻ ട്രാൻസ്ഫോമർ ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തും. ഇതിൽ നിന്ന് തന്നെ പാരലായിട്ട് ഇൻഡോർ മോട്ടറിലേക്ക് പോകുന്നു. ഇൻഡോർ മോട്ടർ എന്ന് പറയുമ്പോൾ അത് AC മോട്ടറാണ്. സാധാരണ ഇൻവെർട്ടർ ACയിൽ മിക്കവാറും എല്ലാറ്റിലും DC വരിക. ഇതിലവർ AC മോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് പാരലായിട്ട് ആ AC മോട്ടറിൻ്റെ സ്വിച്ചിങ് വന്നിട്ട് ഈ ഓട്ടോ കപ്ലർ വഴിയാണ് നടത്തുന്നത്. അത് ഈ റിലേ അതിനു വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഈ ഓട്ടോ കപ്ലർ വഴി കമാൻഡ് വന്ന് ഈ റിലേ ഓൺ ആയാലാണ് ഇൻഡോർ മോട്ടർ വർക്ക് ചെയ്യുക. അതിൽ നിന്ന് പാരലായിട്ട് ഈ SMBSൻ്റെ ഇൻപുട്ടിലേക്ക് 230 വോൾട്ട് വരും. ഇവിടെ വരും. ഇതിൽ നിന്ന് സാധാരണ എല്ലാറ്റിലും വരുന്ന കൂട്ടിൽ തന്നെ ഇതൊരു ബ്രിഡ്ജ് റെക്ടിഫയറാണ്. ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ. ആ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ഈ 230 കൊടുക്കും. അതിനിടയിൽ ഒരു NTC ഉണ്ട്, ഒരു ഫ്യൂസ് ഉണ്ട്. ഈ രണ്ട് ഫ്യൂസും നമുക്കറിയാം എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണെന്നുള്ളത്. അത് നേരത്തെ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ സെൻറ്റർ പിന്നിൽ കൊടുക്കും. 230 വോൾട്ട് നമുക്ക് ഇവിടെ കിട്ടണം. ഇതിൻ്റെ ഔട്ട്പുട്ട് എല്ലാറ്റിലും പറയണ കൂട്ടിൽ തന്നെ 300-ൽ കൂടുതൽ വോൾട്ട്. അതായത് ഈ കപ്പാസിറ്റർ 500 വോൾട്ട് 22 MFT 500 വോൾട്ടിൻ്റെ കപ്പാസിറ്ററാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ നമുക്കൊരു 300 വോൾട്ടോളം കിട്ടും. ഈ 300 വോൾട്ട് നേരിട്ട് ഈ ICയുടെ പിന്നിലേക്കാണ് വരുന്നത്. ഈ IC അതിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ ഒരു 12 വോൾട്ട് കിട്ടും. ആ 12 വോൾട്ട് ഇവിടെ റെഗുലേറ്റർ IC വെച്ചിട്ട് ഇവിടെ റെഗുലേറ്റർ IC വെച്ച് റെഗുലേറ്റ് ചെയ്തിട്ട് ഈ പിന്നിൽ നമുക്ക് ഇവിടെ 12 വോൾട്ടും ഇവിടെ 5 വോൾട്ടും കിട്ടണം. അതെല്ലാം കറക്റ്റായി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. 5 വോൾട്ട് 12 വോൾട്ട് ഇവിടെ കറക്റ്റായി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സപ്പോസ് ഈ പവർ സപ്ലൈ റെഡിയാക്കി എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ടൊരു പവർ സപ്ലൈ ഈ 230 വോൾട്ട് ഇവിടെ കൊടുത്ത് ഇതിൽ നിന്ന് 5 വോൾട്ടും 12 വോൾട്ടും ഇതിൽ നിന്ന് കൊടുത്താൽ മതി. ഇതിൻ്റെ 5 വോൾട്ടിൻ്റെ ലൈൻ ഇവിടെ ഒരു തെർമൽ ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ടെർമിനലിൻ്റെ അടിയിലായിട്ട് ഒരു തെർമൽ ഫ്യൂസ് വരും. എന്തെങ്കിലും ഷോർട്ട് ആവുക വല്ലതും ചെയ്യണമെങ്കിൽ ആ തെർമൽ ഫ്യൂസ് കട്ടാവും. നമുക്ക് സിസ്റ്റം ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇതിനകത്തൊരു ഫ്യൂസ് വഴിയാണ് ഈ 5 വോൾട്ട് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നത്. ഇവിടെയാണ് 12 വോൾട്ടും 5 വോൾട്ടും വരിക. ഇത് മോട്ടറിൻ്റെ ഫീഡ്ബാക്ക്, ഇത് മോട്ടർ കണക്ഷൻ. പിന്നെ 3 സെൻസറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. റൂം സെൻസർ, പൈപ്പ് സെൻസർ 2 എണ്ണം കൊടുത്തിരിക്കുന്നത്. പിന്നെ സാധാരണ വരുന്ന പോലെ തന്നെ ഡിസ്പ്ലേ, അതിൻ്റെ ഓട്ടോ സ്വിച്ച്, റിമോട്ട് സെൻസർ, ഇത്രയും ഭാഗങ്ങൾ ചേർന്നാൽ ഈ ബോർഡായി. ഇതിനകത്തിപ്പോൾ വേറെ കോംപ്ലിക്കേഷൻ എന്ന് പറയാൻ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. മറ്റേ സാധാരണ ഇൻവെർട്ടർ ACയിൽ വരുന്ന കൂട്ടത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കമ്മ്യൂണിക്കേഷൻ ലാസ്റ്റ് ഈ വയറിനാണ് നമ്മൾ പോയിട്ട് ഔട്ട്ഡോറിൻ്റെ അതിലേക്ക് ഇതുവഴിയാണ് കമാൻഡ് കൊടുക്കുന്നത്.
ഇത്രയും ഭാഗങ്ങൾ ചെക്ക് ചെയ്താൽ തന്നെ ഈ ബോർഡ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇത് ഡെഡായിരുന്നു, ഞാനത് IC ഒക്കെ മാറ്റി ഇതിൻ്റെ വോൾട്ടേജൊക്കെ സ്റ്റഡി ആക്കിയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൽ AC വോൾട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് അതുപോലെ തന്നെ മോട്ടർ അതിൻ്റെ ഫീഡ്ബാക്കും എല്ലാം കണക്ഷൻ കൊടുത്ത് കറക്റ്റ് ഫങ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാ ഞാൻ അതിൻ്റെ ഇൻഡോർ മോട്ടർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻഡോർ മോട്ടർ കണക്ഷൻ അതിൻ്റെ കണക്ഷൻ സാധാരണഗതിയിൽ കൊടുക്കുന്ന പോലെ തന്നെ ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ കപ്പാസിറ്റർ ആയിരിക്കുന്നത് നമുക്കറിയാം. മറ്റുള്ള ഫങ്ഷൻസൊക്കെ ഞാൻ ഒരുപാട് ബോർഡിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇത് അതിൻ്റെ ഫീഡ്ബാക്ക് കണക്ഷൻ കൃത്യമായിട്ട് ഇത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഇങ്ങേ അറ്റത്ത് പോസിറ്റീവും ഇത് സെൻറ്റർ നെഗറ്റീവും ഇങ്ങേ ഭാഗത്ത് ഫീഡ്ബാക്കുമാണ്. ഇത് ഞാൻ ഒന്ന് ഓൺ ചെയ്യാൻ പോവാണ്. ഓക്കെ ഇതേ ഓട്ടോയിൽ ഞാൻ ഓൺ ചെയ്യാം. ഓട്ടോ ബട്ടൺ കംപ്ലൈൻ്റ് ആണെന്നാണ് തോന്നണേ, അത് നോക്കാം. പുറകിൽ ഷോർട്ട് ചെയ്തപ്പോൾ ഇതേ സ്റ്റാർട്ടായി. അപ്പോൾ ഈ ബട്ടൺ ഒന്ന് കംപ്ലൈൻ്റ് ഉണ്ട്, അതും ഒന്ന് മാറ്റണം. ഇതേ സുഖമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇനി ഓട്ടോമാറ്റിക്കായിട്ട് 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടും, വേറെ ഇഷ്യൂസൊന്നും ഇല്ലതാനും. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത്. ഇത് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കിതിൻ്റെ എല്ലാ ഫാൾട്ടും റെഡിയാക്കി എടുക്കാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.